ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു കിറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ബീഡ്സ് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു കിറ്റാക്കിയിട്ട് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് ഈ ഒരു ബീഡ്സ് 50 ഗ്രാം, ഞാനിതിൽ 4-5 ബീഡ്സ് കാണിച്ചില്ല. അപ്പോൾ അതെല്ലാം 50 ഗ്രാം വെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എത്ര ഗ്രാം ഉണ്ട് എന്നുള്ളത് ഞാൻ വെയിറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരുന്നുണ്ട്. 50 ഗ്രാമാണ് ഓൾറെഡി എല്ലാ പാക്കറ്റും. അത് 54, 52, 50ൻ്റെ മീതെ ഉണ്ട്. പക്ഷെ നമ്മൾ 50 ഗ്രാമിൻ്റെ പേയ്മെൻറ്റാണ് നമ്മൾ വാങ്ങുന്നത്. പിന്നെ 10 ഗ്രാമിൻ്റെ എൻഡ് ബീഡ് ഉണ്ട്, അതുപോലെ 10 കോപ്പർ ബോണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഞാൻ വിശദീകരിച്ചിട്ട് ഇതിൽ കാണിച്ചു തരാം. 10 ഗ്രാമിൻ്റെ ഒരു എൻഡ് ബീഡിൻ്റെ പാക്കറ്റ്, അതുപോലെ 10 കോപ്പർ ബോ, ഗ്രീൻ ബീഡ്സ് 50 ഗ്രാം, അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് 50 ഗ്രാം. ഇതൊക്കെ 54, 52 ആ ഒരു സൈസിൽ വരുന്നുണ്ട്. അപ്പോൾ 50 ഗ്രാമാണ് നമ്മൾ കൂട്ടിയിട്ടുള്ളൂ. ഇതും 50 ഗ്രാം. അതുപോലെ ഈ പിങ്ക് ബീഡ് 50 ഗ്രാം. ഇതിൻ്റെ റെഡ് കളറാണ് വേണ്ടത് വെച്ചെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ 4 ബീഡ്സും 50 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് മാത്രം 10 ഗ്രാം, 10 കോപ്പർ ബോ. ഇതിലേതെങ്കിലും ബീഡ്സ് നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. എല്ലാ ബീഡ്സും നമ്മൾ മാറ്റി തരില്ല. ഇതിലേതെങ്കിലും കളർ ചേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റംസിന് വരുന്നത് 240 രൂപയാണ് ഈ ഒരു കിറ്റിന് വരുന്നത്. അതായത് ഷിപ്പിംഗ് കൂട്ടിയിട്ടില്ല, ഷിപ്പിംഗ് കൂട്ടാതെയാണ് 240 രൂപ. ഷിപ്പിംഗ് 40 കൂടെ ആകുമ്പോൾ 280 രൂപ ഇതിൻ്റെ ചാർജ് വരും. അപ്പോൾ ആർക്കെങ്കിലും ഈ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിനാരും വിഷമിക്കണ്ട. ഞാനിതിൻ്റെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാനത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കത് സെയിലായി. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്.